നമസ്കാരം. ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ.വി. പിള്ളൈ, ഡയറക്ടർ കേശവ ഹോളിസ്റ്റിക് മെഡിക്കൽ സെൻറ്റർ, തിരുവനന്തപുരം. അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഏതെല്ലാം രീതിയിൽ മനുഷ്യനെ ദ്രോഹിക്കുന്നു എന്നുള്ളതിനൊരു ഇതെന്ന് പറയുന്നത്. അത് പ്രധാനമായിട്ട് പറയാൻ പോകുന്നുണ്ട്. കാരണം ഇപ്പം തന്നെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ പേപ്പറിൽ വായിച്ചു, ടി വിയിൽ കണ്ടു. കാരണം ഈ പ്രസവം, ഡെലിവറി, ആക്ച്വലി ഡെലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോക്കേടല്ല, ഒരു നാച്ചുറൽ പ്രോസസ്സാണ്. ഇപ്പോൾ ഉദാഹരണം, ഈ അതിൻ്റെ ഒരു ശകല സയൻസും കൂടെ ഞാൻ പറയാം. ഇപ്പോൾ നമുക്ക് ഈ ഗൈനക്കോളജിസ്റ്റ് അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ ഡെലിവറിയുടെ എത്ര എല്ലാ കണക്കൊക്കെ കൂട്ടി ഇത്ര ദിവസം കഴിഞ്ഞിട്ട് പ്രസവിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയും. അപ്പം ഈ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ കണക്കുണ്ട് അത് കൂട്ടുന്നതിന്. അപ്പോൾ കണക്കൊന്നും നിങ്ങളത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അത് ഗൈനക്കോളജിസ്റ്റ് എല്ലാം അത് നോക്കി എല്ലാം പറഞ്ഞു തരും. എന്നാൽ തന്നെയും ഒരു ഫുൾ ഗർഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ലൂണാർ മന്ത്സ് ആണ്. 10 ലൂണാർ മന്ത്സ്. നമുക്ക് അതായത് നമ്മുടെ പ്രകൃതിയും നമ്മളുമായിട്ട് വലിയ റിലേറ്റഡ്, നമ്മൾ തന്നെയും പ്രകൃതിയുടെ ഒരു പാർട്ടല്ലേ. അപ്പോൾ ഒരു ലൂണാർ മന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചന്ദ്രമാസം എന്നാണ് മലയാളം. 28 days ആണ്, 28 ദിവസമാണ് ഒരു ലൂണാർ മന്ത്സ്. അതുകൊണ്ടാണല്ലോ ഈ പീരീഡ് തന്നെയും വരുന്നത്. ഈ വന്നു കഴിഞ്ഞാൽ ഒരു 4 അല്ലെങ്കിൽ 3 to 4 days ആണ് അവർക്ക് ബ്ലീഡിങ് വരേണ്ടത്. അതുതന്നെ ആ സമയം കൊണ്ട് പോകേണ്ടത് ഒരു 2 to 4 ounce ബ്ലഡേ പോകാവൂ. അപ്പോൾ ഇതിൽ കൂടുതൽ 2 ounce കുറഞ്ഞാലും പ്രോബ്ലമാണ്, 4 ounce കൂടിയാലും പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഒരു ഗർഭിണി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗൈനക്കോളജിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു ക്വാളിഫൈഡ് ഏത് ഡോക്ടറായാലും കുഴപ്പമില്ല, ഗൈനക്കോളജിൻ്റെ ആവശ്യം ആദ്യം വരുന്നില്ല. അപ്പോൾ നിങ്ങൾ കൺസൾട്ട് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് നിങ്ങളെല്ലാം മനസ്സിലാക്കണം. അപ്പോൾ 280 days എന്ന് പറയുമ്പോഴത്തേക്ക് കണക്കൂടെ ശകലം തെറ്റും. അതുകൊണ്ടാണ് പ്രസവം നമ്മൾ ഇപ്പോൾ ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അതിന് മുമ്പേ അല്ലെങ്കിൽ അതിന് ശേഷം, അത് ഡോക്ടർ കുഴപ്പമില്ല, പ്രകൃതി തന്നെ അത് പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ഡെലിവറിയെ പറ്റി പറയാൻ ഒരുപാട് കോംപ്ലിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ അതെല്ലാം ഒരു ക്വാളിഫൈഡ് ഡോക്ടർക്ക് മാത്രമേ അത് മാനേജ് ചെയ്യാനും മനസ്സിലാക്കാനും പറ്റത്തുള്ളൂ, എല്ലാവർക്കും പറ്റില്ലല്ലോ. അപ്പോൾ ഇതെല്ലാം ആയെങ്കിൽ തന്നെയും ഇതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. ഇപ്പോൾ ഈ 280 ദിവസമാണ്. 280 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ അമ്മയുടെ വയറ്റിൽ കുഞ്ഞ് കിടക്കാൻ സാധ്യതയില്ല, കിടക്കാൻ പാടില്ലെന്നുള്ളതാണ്. അവർ ആദ്യമായിട്ട് പ്രസവിക്കണം. അപ്പം ഇതൊരു വലിയ സബ്ജക്റ്റാണ്. അപ്പം ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഈ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഈ പ്രസവത്തിനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത്. പഴയ കാലത്ത് ഡോക്ടർമാരൊന്നുമില്ല, ഒന്നുമില്ല, എല്ലാം ഈ വയറ്റാട്ടികളെന്ന് പറഞ്ഞൊരു സമുദായം പണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പഴയ കാലമാണ് ഈ പറയാം, ഒരു 10-50 വർഷത്തിന് മുമ്പുള്ളതാണ്. അപ്പോൾ അതിന് ശേഷമെല്ലാം ഇപ്പം മാറിക്കഴിഞ്ഞു. അപ്പം അത് വയറ്റാട്ടി വിളിക്കും, ഗർഭിണിയായി കഴിഞ്ഞാൽ അവർ വന്ന് നോക്കും. അപ്പോൾ കൊച്ചിൻ്റെ പൊസിഷൻ അവർ അന്ന് ഇതൊന്നും സെസ്കോപ്പൊന്നും ഇല്ലല്ലോ. അപ്പോൾ അവർ ചെവി തന്നെ വെച്ച് നോക്കിയിട്ട് കൊച്ചിൻ്റെ പൾസ് ഇതെല്ലാം അറിയും. എക്സ്പീരിയൻസ് ഈസ് ദ മാസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പ്രസവം എടുത്ത് പരിചയമുള്ള ആളുകളാണ്. അപ്പോൾ അവർക്ക് ഈ പ്രസവം ഇതൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഒരുവിധമൊക്കെ ഒരു ഐഡിയ കിട്ടും. അത് ബൈ എക്സ്പീരിയൻസ് കൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പശുവിനെ പ്രസവിക്കുക വെറ്റിനറി ഡോക്ടേഴ്സിനെ കണ്ടുപിടിക്കണം. കാരണം ഈ വെറ്റിനറി ഡോക്ടേഴ്സിനേക്കായി പരിചയമാണ് അവരുടെ അസിസ്റ്റൻറ്റുമാർക്ക്. എന്നാൽ പിന്നെ അവർക്ക് വലിയ ക്വാളിഫിക്കേഷനും ഇല്ല. അവർ ഇവരുടെ സഹായത്തിനാണ് ആദ്യം പോകുന്നത്. പോയി സഹായി ആയിക്കഴിഞ്ഞിട്ട് പിന്നെ ഡോക്ടേഴ്സിന് മെനക്കാതെ അവരെ അങ്ങ് ഏൽപ്പിക്കും. പിന്നെ ഇതെല്ലാം മാനേജ് ചെയ്യുന്ന അവരാണ്. അപ്പോൾ അവർക്ക് എല്ലാത്തിനെ പറ്റി എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു മാൾ പൊസിഷൻ തല ആദ്യം വരണമെന്നുള്ളതാണ്. അത് മനുഷ്യൻ്റെ ആയാലും മൃഗം, കാരണം മനുഷ്യനൊരു മൃഗമാണല്ലോ, ഡെവലപ്ഡ് ആനിമൽ എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. തലയാണ് ആദ്യം വരേണ്ടത്. പല കാരണങ്ങളുണ്ട് തല ആദ്യം വരില്ല. അപ്പോൾ അത് ഇവർക്ക് ഈ ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു വയറ്റാട്ടിക്കും പഴയ കാലത്ത് അവർക്കറിയാമായിരുന്നു, ഇപ്പോൾ ഉള്ളവർക്കറിയില്ല. എന്നാലും അത് നമ്മൾ നോക്കും, അതായത് ഈ തലയാണോ വരുന്നത്, ഉടലിൻ്റെ ആണോ, അല്ലെങ്കിൽ ഇത് ഈ പൃഷ്ഠത്തിൻ്റെ ഭാഗമാണോ എന്നെല്ലാം ഒരു എക്സാമിനേഷൻ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു ഗൈനക്കോളജിസ്റ്റിന് അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ പണ്ട് അവരുടെ എക്സ്പീരിയൻസ് കൊണ്ട് അവർക്ക് കുറച്ചൊക്കെ അറിയാമായിരുന്നു, എല്ലാം അറിയില്ല.
അപ്പോൾ ഈ ഒരു നമ്മൾ ഈ ഹോസ്പിറ്റലിൽ പോകുന്നതിന് ഡോക്ടേഴ്സിൻ്റെ ആവശ്യം എന്താണ്? നമുക്കൊരു കോംപ്ലിക്കേഷൻ ഒഴിവാക്കാനായിട്ടാണ്. അല്ലെങ്കിൽ ആരുടെയും കുഴപ്പമൊന്നുമില്ല, ഇതിപ്പോൾ 10 മാസമാകുമ്പോൾ പ്രസവിച്ചോളും, നോർമലായിട്ട് പ്രസവിക്കും. അത് മൃഗമായാലും മനുഷ്യനായാലും എല്ലാം. ഇപ്പോൾ ആനയുടെ പ്രസവം ആരെങ്കിലും എടുക്കാൻ പോകുന്നുണ്ട്, ആന പ്രസവിക്കുന്നുണ്ട്, പശു പ്രസവിക്കുന്നുണ്ട്, കുതിരയുണ്ട്, ഒട്ടകമുണ്ട്. അതുപോലെ നമ്മളൊരു 2 കൈകാൽ മൃഗങ്ങൾ എന്നുള്ളതാണ്. മൃഗം തന്നെ ഡെവലപ്ഡ് ആനിമലാണ് നമ്മളും. അപ്പോൾ അതുപോലെ തന്നെ ഈ കുരങ്ങ്, മനുഷ്യ കുരങ്ങില്ലേ, അവന് നമ്മളുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ, അവരും പ്രസവിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രധാനം എന്താണ്? ഇതിൻ്റെ കോംപ്ലിക്കേഷൻ അറിയാനും പിന്നെ ഇത് മാനേജ് ചെയ്യാനുമായിട്ടാണ് നമ്മൾ ഇത് പഠിക്കുന്നത്. അപ്പോൾ മെഡിക്കൽ സയൻസ് പഠിക്കാതെ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ കുറേയൊക്കെ വ്യത്യാസം വരും. ഇപ്പോൾ ഉദാഹരണത്തിന് തലവേദന വന്ന് ആദ്യം മെഡിക്കൽ സ്റ്റോറിൽ പോയി ഒന്നും ചോദിക്കാത്ത ഒരു ഡോളോ വേണമെന്ന് പറയും. ഡോളോ പാരാസിറ്റമോൾ. അപ്പോൾ ഈ കമ്പനിക്കാർ തന്നെ പേര് പഠിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഇതറിയാം. പക്ഷേ അതിൻ്റെ കോൺസിക്വൻസ്, അതിൻ്റെ ദോഷവശങ്ങളൊന്നും അറിയില്ല. നമുക്ക് വീണ്ടും ഈ അനാചാരങ്ങളിലേക്ക് പോകാം. ഇതൊക്കെയാണ് ഞാൻ ഇത് പറഞ്ഞെങ്കിൽ തന്നെയും ലോകത്തിലേക്ക് ഏറ്റവും ഡെവലപ്പ് കൺട്രീസിൽ ഒന്നാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്, USA. അപ്പോൾ ഞാൻ USA-ലും പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് അവിടുത്തെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം, നാട്ടിലുള്ളതെല്ലാം എനിക്കറിയാൻ പറ്റും. അപ്പോൾ അവിടെയും ഹോം ഡെലിവറി ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഡെവലപ്പ് കൺട്രീസിലുള്ള അമേരിക്കയിലാണ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ഇല്ല. പക്ഷേ നമുക്ക് വിശ്വസിക്കാം. എൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള അന്വേഷണ റിസർച്ചിലുമാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം അമേരിക്കയിൽ ഡെലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞ് ഡോക്ടറെ അടുത്ത് പോകുന്നത് വളരെ കോസ്റ്റ്ലിയാണ്. പക്ഷേ ഈ ഡെലിവറി അവിടെ ഈ ഇൻഷുറൻസ് ഒന്നും കവർ ചെയ്യില്ല, അതിവിടെയും കവർ ചെയ്യില്ല. കാരണം എന്താ? ഇതൊരു സോക്കേടല്ല, നാച്ചുറൽ പ്രോസസ്സാണ്. എന്നിരുന്നാൽ തന്നെ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അവർ ഈ പ്രഗ്നൻ്റായിട്ട് ലേഡിയെ മെഡിക്കൽ ക്വാളിഫൈഡ് ഡോക്ടേഴ്സ് തന്നെ നോക്കിക്കഴിഞ്ഞിട്ട് അവർ തന്നെ പറയും, നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പ്രസവിക്കാം, അതല്ലെങ്കിൽ അവിടെ പ്രസവിക്കാം. എന്നിരുന്നാൽ തന്നെയും ഈ ഡോക്ടേഴ്സ് നോക്കിയിട്ട് അവർക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അത് പറയും. ഇപ്പോൾ ഉദാഹരണം, ഈ ഗർഭപാത്രത്തിലല്ലാതെ കുഞ്ഞ് പ്രസവിക്കുന്നതിന് അതിന് ട്യൂബൽ പ്രഗ്നൻസി എന്ന് പറയും. അപ്പോൾ അതിന് ഡോക്ടർ ആവശ്യമുണ്ട്. അത് ട്യൂബൽ പ്രഗ്നൻസി മാറണമെന്നുണ്ടെങ്കിൽ സിസേറിയൻ സർജറി ചെയ്ത് മാറ്റാനൊക്കൂ. അപ്പോൾ ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഒരു ക്വാളിഫൈഡ് ഡോക്ടറുടെ ഒരു കെയർ വേണം. ഈ ഹോം ഡെലിവറി അമേരിക്കയിൽ നടക്കുന്നെങ്കിൽ തന്നെയും അവരുടെ എല്ലാം ഒരു വരുന്നത് വരെ അവർക്ക് ഈ എല്ലാ കാര്യങ്ങളും ഒരു നേരത്തെ തന്നെ ഡോക്ടേഴ്സിനെ കൊണ്ട് നോക്കിച്ച് വെക്കും. ഇപ്പോൾ ട്യൂബൽ പ്രഗ്നൻസി അവരൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ പറയും, നിങ്ങൾ ഇനി വീട്ടിൽ പ്രസവിക്കാൻ പാടില്ല, നിങ്ങൾ ഹോസ്പിറ്റലിൽ വരണം. അപ്പോൾ അത് അത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ളതാണ്. പിന്നെ അത് മാത്രമല്ല, അമേരിക്കയിൽ ക്വാളിഫൈഡ് നടക്കുന്നെങ്കിൽ തന്നെയും ഇതാരാണ് ചെയ്യുന്നത്? അവർ ഡെലിവറി എടുക്കുന്നത് ഈ വിദ്യാഭ്യാസം ഇല്ലാത്തവരല്ല, ഈ അവിടെ രജിസ്റ്റേർഡ് നേഴ്സ് എന്ന് പറയും. അതായത് ക്വാളിഫൈഡ് ആയിട്ടുള്ള നേഴ്സാണ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ക്വാളിഫിക്കേഷൻ പോരാ അവിടുത്തെ അമേരിക്കയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർ നേഴ്സസിന്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു എക്സാമിനേഷൻ, അതിൻ്റെ RN എന്ന് പറയും, രജിസ്റ്റേർഡ് നേഴ്സ്. അപ്പോൾ നമ്മുടെ ഇവിടെയും രജിസ്ട്രേഷൻ ഉണ്ട്. പക്ഷേ അമേരിക്കയിൽ അവരൊരു ബോർഡ് എക്സാമിനേഷനൊക്കെ നടത്തിയിട്ട് അവർ അവിടുത്തെ രജിസ്ട്രേഷൻ കൊടുക്കും. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഒരു നേഴ്സ് അവിടെ പോയി കഴിഞ്ഞാൽ നേഴ്സായിട്ട് ഒരു കൊടുക്കില്ല, ആ പരീക്ഷ പാസ്സാകുന്ന നേഴ്സിംഗ് അസിസ്റ്റൻ്റായിട്ടേ ഉള്ളൂ. അപ്പോൾ അത്രയും ക്വാളിഫൈഡ് ഡോക്ടർ നേഴ്സാണ് വീട്ടിൽ പോയി ഹോം ഡെലിവറി നടത്തുന്നത്. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ, ഹോസ്പിറ്റലിൽ വളരെ ചിലവാണ്, ഇൻഷുറൻസ് കവർ ചെയ്യില്ല. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് അവർ പറയും ഇന്ന കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് പ്രസവിക്കാം, അവരെല്ലാം നോക്കിയിട്ട് പറയും. തന്നെ ഡോക്ടർ നേരത്തെ തന്നെ സ്കാൻ ഇതെല്ലാം എടുത്ത് അവർക്ക് അറിവെല്ലാം കൊടുത്തു. അങ്ങനെയുള്ള ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഹോം ഡെലിവറിയാണ് ഡെവലപ്പ് കൺട്രീസ് നടക്കുന്നത്. എന്നാൽ ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങൾ, പിന്നെ കേരളം എല്ലാ കാര്യങ്ങളിലും മുമ്പിലാണെന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഇവിടെ അന്ധവിശ്വാസങ്ങളും അത് മതപരമായിട്ടായാലും അല്ലാതെയായിട്ട് ധാരാളം നടക്കുന്നുണ്ട്. ഇപ്പോൾ അടുത്ത് തന്നെ ഞാൻ ഇത് പറയാൻ കാരണം, ഒരു പേപ്പറിൽ ന്യൂസ് വന്നതാണ്, അതുപോലെ TV ന്യൂസ് വന്നതാണ്. അപ്പോൾ അതിനകത്ത് കൂട്ടിക്കലർത്തി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു മുസ്ലിമായിരുന്നു, അത് എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്, മുസ്ലിമാണ്. അപ്പോൾ അങ്ങേരുടെ 3 ഡെലിവറിയോ 4 ഡെലിവറിയോ പുള്ളിയുടെ വീട്ടിൽ തന്നെയാണ് നടത്തിയത്. അത് പുള്ളി തന്നെയാണ് എടുത്തിട്ടുള്ളതെന്നൊക്കെയാണ് ആ ക്ലെയിം ചെയ്യുന്നത്. എന്നിട്ട് അവസാനത്തെ ഡെലിവറിക്ക്
ബന്ധുക്കാരും എല്ലാവരും പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്ത് വെച്ചുകൊണ്ടിരിക്കേണ്ട, ബ്ലീഡിങ്ങൊക്കെ ഉള്ളതല്ലേ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല. എന്നിട്ട് പുള്ളി പറഞ്ഞിരിക്കുന്നത് എന്താണ്, പുള്ളി അക്യുപഞ്ചർ പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അക്യുപഞ്ചർ കൊണ്ട് പ്രസവിപ്പിക്കാൻ പറ്റും, അക്യുപഞ്ചർ കൊണ്ട് 3 പ്രാവശ്യം ഞാൻ പ്രസവിപ്പിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് നിങ്ങളുടെ ആരും ഉപദേശം വേണ്ട. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവർ ബ്ലീഡിംഗ് ആയിട്ട് അവസാനം മരിച്ചു. അത് പിന്നെ കേസായി, അത് കോംപ്ലിക്കേഷനായി, നരഹത്യക്ക് അയാളുടെ പേര് കേസെടുത്തിട്ടുണ്ട്, പിന്നെ എന്തായെന്നാണ് എനിക്കറിയില്ല. പക്ഷേ ഇതൊക്കെ വളരെ സയൻറ്റിഫിക്കായിട്ടുള്ളതും പിന്നെ അതുപോലെ അനാചാരങ്ങൾ, അന്ധവിശ്വാസം തന്നെയാണ്. പിന്നെ ഈ അക്യുപഞ്ചറിൻ്റെ കാര്യം ഇത് എഴുത്തതുകൊണ്ട് എനിക്ക് പറയാതിരിക്കാൻ ഒക്കത്തില്ല. കാരണം ഞാൻ ഒഫീഷ്യലായിട്ട് പല വൈദ്യശാസ്ത്രങ്ങളും പഠിച്ചിട്ടുള്ള ഒരു ഡോക്ടറായതുകൊണ്ട് അക്യുപഞ്ചറിൻ്റെ പേര് എനിക്ക് ആധികാരികമായിട്ട് പറയാം. കാരണം അക്യുപഞ്ചർ ഡെലിവറിക്ക് ഉപയോഗിക്കുന്നുണ്ട്, അത് കറക്റ്റാണ്. പക്ഷേ ഇവിടെ ആർക്കും അക്യുപഞ്ചർ അനസ്തേഷ്യ എന്ന് പറഞ്ഞൊരു മെത്തേഡുണ്ട്, അത് ഇവിടെ ഇന്ത്യയിൽ ആരും ചെയ്യുന്നില്ല. ലോകത്ത് ഒരേ ഒരു രാജ്യം മാത്രം ചെയ്യുന്നത് ചൈനയാണ്. അപ്പോൾ ഈ അക്യുപഞ്ചർ അനസ്തേഷ്യ പഠിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഞാൻ ചൈനയിൽ പോയത്. പിന്നെ ഈ അക്യുപഞ്ചർ ഞാൻ പഠിച്ചിട്ടുള്ളത് പിന്നെ UK, ജർമ്മനി ആൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. പക്ഷേ അവിടെ ഒന്നും ഈ പ്രാക്ടിക്കൽ ട്രെയിനിങ് ഇല്ല. ഈ ചൈനയിൽ മാത്രമേ ഉള്ളൂ പ്രാക്ടിക്കൽ ട്രെയിനിങ്, അക്യുപഞ്ചർ അനസ്തേഷ്യ. അതായത് ബോധം കെടുത്താൽ നമുക്ക് സർജറി ചെയ്യാൻ പറ്റും. ദ പേഷ്യൻ്റ് ഈസ് കോൺഷ്യസ് ത്രൂ ഔട്ട് സർജറി ബട്ട് ഡസൻ ഫീൽ ദ പെയിൻ. വേദന അറിയത്തില്ല. അത് ചെറിയല്ല. സിസേറിയൻ നമുക്ക് ചെയ്യാം, ബൈപ്പാസ് സർജറി ചെയ്യാം, പിന്നെ അതുപോലെ ബ്രെയിൻ സർജറി ചെയ്യാം. പക്ഷേ പേഷ്യൻ്റ് ബോധവാനായിരിക്കും. ഡോക്ടറെ പിന്നെ അവർക്ക് പാട്ട് കേൾക്കാം, വെള്ളം കുടിക്കാം, അവർക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അവർ സർജറി വരെയും സ്ക്രീനിൽ കാണിച്ചു കൊടുക്കും. പക്ഷേ അത്ര ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ് അക്യുപഞ്ചർ എന്ന് പറയുന്നത്. അത് സാധാരണക്കാർ അത് പ്രാക്ടീസ് ചെയ്ത് വിജയിപ്പിക്കാനൊക്കില്ല. അതൊരു മെഡിക്കൽ ഡോക്ടർക്ക് പഠിച്ചെങ്കിൽ മാത്രമേ അത് പറ്റുള്ളൂ. പിന്നെ അക്യുപ്രഷർ എന്ന് പറയും, അത് പ്രസ് പോയിൻ്റാണ്. അത് അറിയാവുന്ന ആർക്ക് വേണമെങ്കിലും ചെയ്താലും കുഴപ്പമില്ല, കാരണം ബോഡിക്ക് വെളിയിലുള്ളതാണ്. അപ്പോൾ അക്യുപഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസി നമുക്ക് തോന്നുമെങ്കിൽ തന്നെ മോസ്റ്റ് കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ ഞാനിത് പറയാൻ കാരണം, ഈ പറഞ്ഞപ്പെട്ട ഒരു ഈ മുസ്ലിയാർ, അയാൾ പിന്നെ മതപണ്ഡിതനെന്നൊക്കെയാണ് പുള്ളി അവകാശപ്പെടുന്നതെന്ന് പുള്ളിയുടെ ഇതൊക്കെ ഞാൻ കണ്ടു. പക്ഷേ അക്യുപഞ്ചറിൽ ഇങ്ങനെയൊന്നും പറയുന്നതില്ല. അക്യുപഞ്ചറിൽ ഡെലിവറി ഇല്ല, ഡെലിവറിക്ക് അക്യുപഞ്ചർ ഉപയോഗിക്കാറുമില്ല. പക്ഷേ ഉപയോഗിക്കുന്നുണ്ട്. ചൈനയിൽ അക്യുപഞ്ചർ അനസ്തേഷ്യയ്ക്ക് പകരം, അതായത് പെയിൻലെസ് ഡെലിവറിക്ക് വേദന ഇല്ലാതെ നമുക്കത് ചെയ്യാൻ സാധിക്കും. അത് കറക്റ്റാണ്. നമുക്ക് ചില പ്രസ് പോയിൻറ്റുകളുണ്ട്. നമുക്ക് വേദന കുറയ്ക്കാൻ നമ്മൾ ഈ അക്യുപ്രഷർ പോയിൻറ്റുകളിൽ അക്യുപഞ്ചർ പോയിൻറ്റുകൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വേദന കുറയും. ഉദാഹരണം, നമ്മൾ പഴയ കാലത്ത് ആളുകൾ പല്ലെടുക്കും, കാലിൽ ചവിട്ടിയിട്ട് പല്ലെടുക്കും. കാലിലൊക്കെ ചവിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു മർമ്മമാണ്. തലച്ചോറിനകത്ത് എൻഡോർഫിൻ എന്നൊരു സെക്രീഷൻ ഉണ്ടാകും. അത് വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ളതാണ്. അത് വന്നു കഴിഞ്ഞാൽ വരത്തില്ല. ഇപ്പോൾ ഉദാഹരണം ഞാൻ ഒരെണ്ണം കാണിച്ചു തരാം. ഇപ്പോൾ ഉദാഹരണം മൂക്കിൻ്റെ പാലം. ഈ മൂക്കിൻ്റെ പാലത്തിൽ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് നമുക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തലവേദന, വയറ്റുവേദന, അതുപോലെ ഏതെല്ലാം രീതിയിലുള്ള വേദനയുണ്ടോ അതെല്ലാം നമുക്ക് പിന്നെ ഒരു പരിധിവരെ മാറ്റാൻ സാധിക്കും. ഓൺലി ബൈ പ്രസ്സിങ്. അതുപോലെ നമ്മുടെ ബോഡിയിൽ മോർ ദാൻ 2000 പോയിൻറ്റ്സ് ആണല്ലോ. അതുകൊണ്ട് ഡോക്ടേഴ്സ് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഡോക്ടർമാരാരും പഠിക്കത്തില്ല. അങ്ങനത്തെ ഗുണമുണ്ട്. ഞാൻ തന്നെ ഒരുപാട് ഡോക്ടേഴ്സിനെ ഇവിടെ പിന്നെ ഇന്ത്യയിൽ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ബാക്കിയല്ലോ അത് പക്ഷേ വളരെ ചുരുക്കം ആളുകൾ പ്രാക്ടീസ് ചെയ്യാറുള്ളൂ. പിന്നെ ചെറിയ കൊച്ചു കോഴ്സുകളൊക്കെ ചെയ്തിട്ട് അക്യുപ്രഷറൊക്കെ അവിടെ ഇവിടെയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒഫീഷ്യലായിട്ടൊരു ക്വാളിഫൈഡ് ഡോക്ടറെ അടുത്ത് മാത്രമേ അക്യുപഞ്ചർ നമുക്ക് അറിയാനും ഒക്കത്തുള്ളൂ, അത് പ്രാക്ടീസ് ചെയ്യാൻ ഒക്കത്തുള്ളൂ. ഈ പറയപ്പെടുന്ന മനുഷ്യൻ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 2-3 കുട്ടികളുണ്ട്. അതിനൊരു അമ്മ ഇല്ലാതാക്കി, അയാളുടെ ഭാര്യ ഇല്ലാതാക്കി, അവരെ ഒരു കൊല്ലുകയും ചെയ്തു. അപ്പോഴേ നിങ്ങളപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, ഇങ്ങനെയൊരു സമ്പ്രദായം അക്യുപഞ്ചറിലില്ല. അത് പറയാനായിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. പിന്നെ ഹോം ഡെലിവറിയൊക്കെ നല്ല കാര്യങ്ങളാണ്. അതിനാണ് ഞാൻ ആദ്യമേ ഹോം ഡെലിവറി അമേരിക്കയിലെ കാര്യം പറഞ്ഞത്. ഇവിടെ ഹോം ഡെലിവറിയുടെ ആവശ്യം ഉണ്ടെങ്കിൽ തന്നെയും അതിന് മുമ്പായിട്ട് നിങ്ങളൊരു ഒരു ഡോക്ടറെ സമീപിക്കണം. ഇപ്പോൾ ഗൈനക്കോളജിസ്റ്റിനെ വേണമെന്ന് ഞാൻ പറയുന്നില്ല. ക്വാളിഫൈഡ് എപ്പോഴും അവിടെ സ്പെഷ്യലിസ്റ്റ് കിട്ടിയെന്ന് വരത്തില്ല. നാട്ടുപ്രദേശമൊക്കെ ആണെങ്കിൽ ഇതിപ്പം പുള്ളി മലപ്പുറത്തും മറ്റുമാണ്. അത് വലിയ നാട്ടുപുറം നമുക്ക് പറയാം. ആളുകൾ തിങ്ങി പാർക്കുന്നതും ഹോസ്പിറ്റലും എല്ലാ സൗകര്യമുള്ള ഒരു ഡിസ്ട്രിക്റ്റാണ്. കേരളത്തിൽ ഇതുപോലെ എല്ലാ ഡിസ്ട്രിക്റ്റിലും എല്ലാ 5 സ്റ്റാർ മോഡലുള്ള ഹോസ്പിറ്റലുകളാണല്ലോ ഉള്ളത്. അപ്പോൾ പിന്നെ അവർക്ക് ഇതിന് പോകേണ്ട കാര്യമില്ല. എന്നിരുന്നാൽ തന്നെ ഈ അജ്ഞതയും പിന്നെ ഈ അന്ധവിശ്വാസം, ഈ എല്ലാ മതത്തിലും അന്ധവിശ്വാസമുണ്ട്. അപ്പോൾ എല്ലാം ഓരോന്നിനും അതിൻ്റെ സിവിയാരിറ്റി അനുസരിച്ച് കൂടിയും കുറഞ്ഞിരിക്കും എന്നുള്ളതേ ഉള്ളൂ. എന്നാലും
ഇതൊരു വലിയ വലിയ അന്ധവിശ്വാസം തന്നെയാണ് കാണിച്ചത് തന്നെ. ഒരു സയൻറ്റിഫിക് ഇതൊന്നുമില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ശകലം പഠിച്ചിട്ടോ ഒന്നും അറിയാതെയോ ഇതൊന്നും പ്രാക്ടീസ് ചെയ്യാതിരിക്കുക. തന്നെയല്ല, നമ്മുടെ ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഇതനുസരിച്ചിട്ട് എനിബഡി ക്യാൻ പ്രാക്ടീസ് മെഡിസിൻ. ഇതിന് യാതൊരു കൺട്രോളും വെച്ചിട്ടില്ല. ഇപ്പോൾ ക്വാളിഫൈഡ് ഡോക്ടേഴ്സിൻ്റെ അവിടെ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പോകത്തില്ല. അവരിനെ പോകുന്ന വല്ല കോടതിയിലോ അതിൽ വല്ല സർട്ടിഫിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ ക്വാളിഫൈഡ് അവർ സ്വന്തമായിട്ട് ഒരുപാട് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാണ് ഒരു ഡോക്ടറെ അടുത്ത് പോകുന്നത്. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞെങ്കിൽ തന്നെയും ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് ബൈപ്പാസ് സർജറി ഒഴിവാക്കുക, ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കുക, ഈവൻ ആൻജിയോഗ്രാം വരെ ഒഴിവാക്കുക. എന്നിട്ട് നമ്മൾ യൂറോപ്പിലും അമേരിക്കയിലും പോയി ചെന്ന് ഹാർട്ട് ബ്ലോക്കിന് ഒരു 80-85% ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുന്ന ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റാണ് ലേസർ ട്രീറ്റ്മെൻറ്റ്. ഈ ലേസർ ട്രീറ്റ്മെൻറ്റ് എൻ്റെ സ്ഥാപനത്തിൽ നിങ്ങൾക്കത് കിട്ടുന്നു. ഇതിനെപ്പറ്റി കൂടുതൽ അറിയുന്നതിന് വൈകിട്ടൊരു 7 മണിക്ക് ശേഷം എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ക്രാൻബെറി ഏറ്റവും വിശേഷമായിട്ടുള്ളതാണ്. അത് ഡയബറ്റീസിൻ്റെ ഊൺസിന് വരെ ഉണക്കാൻ കഴിവുള്ളതാണ്. അപ്പോൾ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെയും മെയിനായിട്ട് ഞാൻ ചെയ്യുന്നത് ബൈപ്പാസ് സർജറി ഒഴിവാക്കുക, ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കുക, ആൻജിയോഗ്രാം ഒഴിവാക്കുക. അപ്പം ഇതിനെപ്പറ്റി കൂടുതൽ അറിയുന്നതിന് വൈകിട്ട് ഒരു 7 മണിക്ക് ശേഷം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിതേപ്പറ്റി കൂടുതൽ പറയാം. കോൺടാക്ട്